Hello ladies and gentlemen, welcome back to our channel, our happy face. So നമ്മളിത് ഇന്ന് ദുബായ് റാഞ്ചസ് അങ്ങനെ ഞാൻ പറയാൻ തോന്നുന്നു, അവിടുന്ന് നേരെ ദുബായിലേക്ക് പോവാണ്. അപ്പോൾ ക്ലൈമറ്റ് ഇറ്റ്സ് 27 degrees Celsius ആൻഡ് ക്ലൗഡി വെതറാണ്. റെയിനിന് സാധ്യതയുണ്ട്. നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. അങ്ങനെ ചെറിയൊരു മഴയ്ക്ക് കോളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഏരിയ ഫുള്ളി വില്ലകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നൈസ് ഏരിയ കേട്ടോ. കണ്ടുപിടുത്ത ലാൻഡ്സ്കേപ്പിംഗ് ആയാലും വില്ലകളുടെ സിറ്റുവേഷൻസ് ആയാലും കണ്ട എല്ലാം നല്ല സൂപ്പർ ഏരിയ. വലിയ സൺലൈറ്റ് ഇല്ല, അതുകൊണ്ട് നല്ലൊരു സൂപ്പർ മൂഡ്. ശരിക്കും ഒരു പാട്ടിട്ടിട്ട് ഇങ്ങനെ എൻജോയ്മെൻ്റ് പോവുക വേണ്ടത്. പക്ഷെ പാട്ടിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കി ഏരിയയിലത്തെ ലാൻഡ്സ്കേപ്പിംഗ് ആയാലും കാര്യങ്ങളായാലും ഒക്കെ പനിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ബേസിക്കലി UAE GCC എവിടെ മഴ പെയ്താലും ദുരിതമാണ്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മൂവ് ആവില്ല. ഭയങ്കര ട്രാഫിക് വരും മഴ പെയ്ത് കഴിഞ്ഞാൽ. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും മഴയ്ക്ക് വേണ്ടിയുള്ളതല്ല. കാരണം വർഷത്തിലാകെ 2-3 മഴ പെയ്യുള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചെറിയ പോരായ്മകളുണ്ട്. മഴ പെയ്താൽ നല്ല ട്രാഫിക് കിട്ടും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അവർ ഹാപ്പി ഫേസിൻ്റെ മോട്ടോർ വ്ളോഗിൻ്റെ ക്യാമറ ആംഗിൾ ആദ്യം ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ ആദ്യം ഡാഷ് ക്യാം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്, ഡാഷ് ബോർഡിന് ഇതിന് മേലെ. പിന്നീട് നമ്മുടെ കസിൻ മിസ്റ്റർ ജിനിലിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് ക്യാമറ ആംഗിൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി നൈസാണെന്ന് തോന്നുന്നു കാണുമ്പോൾ. എന്തായാലും 1-2 വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ തന്നെ കമൻ്റ് ഇട്ടോളൂ ഏതാ നല്ലത് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ സിഗ്നൽ ഓപ്പണായി. നമ്മൾ തന്നെ ലെഫ്റ്റിലേക്ക് പോകുന്നു. ദുബായ് സ്റ്റുഡിയോ സിറ്റി. സോ ദാറ്റ്സ് ഇറ്റ്. ദുബായ് സ്റ്റുഡിയോ സിറ്റി ആയിരുന്നു നമ്മുടെ റൈറ്റ് സൈഡിൽ. എല്ലാവരും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കോട്ടോ. കാരണം മഴ പെയ്താൽ നമ്മൾ വിചാരിച്ച പോലെ വണ്ടി നീങ്ങില്ല. ഇന്ന് നമ്മുടെ പാൻഡയുടെ ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ സൂപ്പറായി ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് ഡ്രൈവാണിത്. ഫ്രണ്ടിൽ നമുക്ക് വലിയൊരു റൗണ്ട് അബൌട്ടാണുള്ളത്. ആ റൗണ്ട് അബൌട്ടിന് സിഗ്നൽ ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് വന്നത്. നമുക്ക് റൗണ്ട് അബൌട്ടിന് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. ഈ സിഗ്നലിൽ ക്രോസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഹോൾട്ടാവും.
നൈസ് വെതർ, നല്ല ക്ലൈമറ്റ് ആട്ടോ. ഇതിൽ ചൂടുമില്ല, മഴയും ചെറിയ ചാറ്റൽ മഴയുമായി. നമ്മൾ എമിറേറ്റ്സ് റോഡ് 611 എൻട്രി ചെയ്യണം. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ക്രോസ് ചെയ്യണം. തന്നെ 611 ജോയിൻ ചെയ്യണു. വൺ ഓഫ് ദി മെയിൻ ഹൈവേ ആണ് കേട്ടോ. നമുക്ക് അജ്മാൻ, ഷാർജ, ദുബായ് അവിടേക്കൊക്കെ ഡയറക്റ്റ് ആക്സസബിൾ കിട്ടുന്ന ഒരു മെയിൻ റോഡാണിത് 611. റോഡ് സ്പീഡ് 110, 110. നമുക്ക് മാക്സിമം 130 വരെ പോവാം. ട്രാഫിക് ഇല്ല, നല്ല ഫ്രീ റോഡാണ്. സാധാരണ 611 ട്രാഫിക് കുറവാണ് കമ്പാരിറ്റീവ്ലി. 311 എന്ന് പറഞ്ഞതിന് പാരലൽ ഒരു റോഡ് വേറെ പോകുന്നുണ്ട്, അതിലാണ് ഭയങ്കര ട്രാഫിക് ഉണ്ടാവും. ഇതാകുമ്പോൾ വഴി കുറച്ച് കൂടും, ബട്ട് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ട്രാഫിക് കുറവാണ്. മുന്നേ തീരെ ട്രാഫിക് ഉണ്ടായിരുന്നില്ല 611. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കൂടി തുടങ്ങി. എന്നാലും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന 311 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിലി പോകാൻ പറ്റുന്നതാണ് 611. അതായത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴി. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ക്യാമറ.
പുതിയ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ കാണുന്നത് എക്സ്പോ 2020 റോഡ്, വൺ ഓഫ് ദി ഫേമസ് ഒരു ഇവൻ്റ് ആയിരുന്നു. ദുബായെല്ലാം അറിയപ്പെട്ടിരുന്നത് കുറച്ച് നാൾ എക്സ്പോ 2020 എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് റോഡ് തന്നെയുണ്ട്, നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം സൈൻ ബോർഡ്സിൽ എക്സ്പോ 2020 ദുബായ്. അത് ഡയറക്റ്റ്ലി എക്സ്പോ സെൻറ്ററിലേക്കാണ് അത് നമ്മളെ ലീഡ് ചെയ്യുക ആ ഒരു വഴി. സ്പീഡും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകാൻ പറ്റുള്ളൂ, ഇല്ല എങ്കിൽ നല്ല ഫൈൻ വരും. സ്റ്റാർട്ടിങ് ഫ്രം 400-600 സംതിങ്ങിലാണ് ഫൈൻസ് സ്റ്റാർട്ട് ചെയ്യുക. You need to take the exit after 1.4 kilometer, so better to keep the right side of the lane. മിനി കൂപ്പർ, നൈസ്. ഈ റോഡിൽ വണ്ടികൾ ഒത്തിരി നമുക്ക് ലക്ഷറി കാണാൻ പറ്റില്ല കേട്ടോ. ബട്ട് നേരെ തിരിച്ച് നമ്മൾ ദുബായ് മെയിൻ ഹാർട്ടിലേക്ക് പോകാന്ന് വെച്ചാൽ റോൾസ് റോയ്സ്, ലെക്സസ്, ലാൻഡ് ക്രൂയിസർ, അങ്ങനെ പല ലക്ഷറി വണ്ടികളും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കമ്പാരിറ്റീവ്ലി ഇവിടെ എല്ലാവരും ധൃതിയിൽ പോവല്ല, നമുക്ക് അത്ര ഗ്യാപ്പ് ഇത് കഞ്ചഷൻ വരുമ്പോഴൊക്കെ നമുക്ക് വണ്ടികൾ കാണുമല്ലോ, ചെറിയൊരു ട്രാഫിക് കിട്ടണം. ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയും കൺസ്ട്രക്ഷൻസ് ചെറുതായി വില്ല പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിലൊക്കെ നോക്കുമ്പോൾ കാണാം പുതിയ വില്ലാസ്, അങ്ങനെ പല 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 കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വെഹിക്കിൾസാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇനോക്ക് എന്ന് പറയുന്നത്, വൺ ഓഫ് ദി പെട്രോൾ പമ്പാണ്. ഇന്ന് 2 ബ്രാൻഡുകളാണ് ഇവിടെ UAE-യിലുള്ളത്, ഇനോക്ക്, അഡ്നോക്ക്, ഇമാർ. അങ്ങനെ മൂന്ന് പമ്പുകളാണ് ഇവിടെ കൂടുതൽ. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ഓയിൽ, അതേപോലെ HP അങ്ങനെയൊക്കെ പറയുന്ന പോലെ. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഈ ലൈനുകൾ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുക, റോഡ് സിഗ്നൽസും റോഡ് സൈൻ ബോർഡ്സും പ്രോപ്പറായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു ഡ്രൈവ് ഇൻ UAE. നോട്ട് ഓൺലി UAE, എവിടെയും എല്ലാ സ്ഥലത്തും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ അത് പ്രോപ്പറായി ഒബേ ചെയ്യണം, അതാണ് അതിൻ്റെ മെയിൻ കാര്യം. So we are going to reach the location almost 1 minute far only. നോക്കി ഇവിടുത്തെ ഈ പനയൊക്കെ അറേഞ്ച് ചെയ്തേക്ക്, നോക്കി ഈ റൗണ്ട് ബോട്ടിലെ പന ആ സ്ട്രെയിറ്റ് ലൈനിൽ വെച്ചിരിക്കുന്നത്, അതൊക്കെ കാണാൻ തന്നെ സൂപ്പറാണ്. ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമ്പോൾ നമുക്ക് കാണാം, കണ്ട ഇവിടുന്ന് ഈ അറ്റം മുതൽ അറ്റം വരെ പ്രോപ്പറായിട്ട് ക്രോപ്പ് ചെയ്ത് അതിൻ്റെ സെറ്റാക്കിയിട്ട് വെച്ചേക്കണ. നല്ല രസമുണ്ട് അല്ലേ? പുതിയ പന കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കെട്ടി നിർത്തും. പിന്നെ അത് എത്രയോ ദിവസം കഴിയുമ്പോഴാണ് അത് ഓപ്പൺ ചെയ്യുക. അപ്പോഴാണ് അത് വൈഡായിട്ട് അതിൻ്റെ
ഇതൊക്കെ പുറത്തേക്ക് ചാടുക. So we reached here. Thanks for watching. See you next time. Bye bye.